നമ്മൾ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ. നമ്മുടെ ബയോസ്ഫിയർ, അതായത് ഭൂമിയുടെ ഉപരിതലം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്ന ആരൊക്കെയാണ്? വൈ ഡസിൻ ദി ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഡിക്രീസ്? നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയാത്തതിൻ്റെ കാരണം എന്താണ്? ഓക്സിജൻ്റെ അളവ് കുറയാത്തതിൻ്റെ കാരണം, ദി ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഡസൻറ്റ് ഡിക്രീസ് ബിക്കോസ് ഓഫ് ദി റിലീസ് ഓഫ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്. കാരണം എന്താണ്? ആ ചെടികൾ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് കൃത്യമായിട്ട് നിൽക്കുന്നത്. അവ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു, അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ലൂടെ ഓക്സിജൻ ആര് പുറത്തേക്ക് വിടുന്നു? ചെടികൾ പുറത്തേക്ക് വിടുന്നു. അതിനാൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നില്ല. അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? റെസ്പിറേഷന് വേണ്ടി, നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ തീർന്നു വേണ്ടതല്ലേ? തീർന്നു പോകാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഓക്സിജൻ ശ്വസിക്കാൻ വേണ്ടി വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ പ്ലാന്റ്സ്, സസ്യങ്ങൾ എന്താണ്? ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ എമിറ്റ് ചെയ്യുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഓക്സിജൻ അളവ് ക്രമാതീതമായിട്ട് കുറയാത്തത്. വൈ ഡസിൻ ദി ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? ഈ ജീവജാലങ്ങളെല്ലാവരും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ, നമ്മൾ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ പുറത്തേക്ക് വിടേണ്ടത്? എത്രയധികം ജീവികൾ നമ്മുടെ ലോകത്തുണ്ട്. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ, അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാത്ത എന്താണ്? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തതിൻ്റെ കാരണം എന്താണ്? ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ കൂടുതൽ ഇല്ല. ജന്തുക്കളും മനുഷ്യരും പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ വലിച്ചെടുക്കുകയാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടി, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നില്ല. അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട്, ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് നമ്മളെല്ലാം ഓക്സിജൻ വലിച്ചെടുത്താലും കുറയൊന്നും ഇല്ല. വിച്ച് പ്രോസസ് ഇൻ പ്ലാന്റ്സ് റെഗുലേറ്റ് ദി ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്? ഏത് പ്രോസസ്സിൽ കൂടിയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൃത്യമായിട്ട് ചെടികൾ നിലനിർത്തുന്നത്? ഫോട്ടോസിന്തസിസ്. ഏത് പ്രക്രിയ, ഈ ചെടികൾ ചെയ്യുന്ന ഏത് പ്രക്രിയ കാരണമാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും അളവ് സ്ഥിരമായിട്ട് നിൽക്കുന്നത്? പ്രകാശ സംശ്ലേഷണം. ഇനി ഹൗ ഈസ് ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾഡ് ബൈ പ്ലാന്റ്സ്? ഈ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് അറിയണ്ടേ? ആഗോളതപനം ഈ ചെടികൾ നിയന്ത്രിക്കുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് പ്ലാന്റ്സ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിതവാതകങ്ങൾ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ മെയിൻലി ബിഹൈൻഡ് ഗ്ലോബൽ വാർമിംഗ്. ദി മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആഗോള തപനത്തിന് കാരണം ഹരിതവാതകങ്ങളാണ്. ഈ ഹരിതവാതകങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, എന്താണ്? വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഭൂമി ക്രമാതീതമായിട്ട് ചൂട് പിടിക്കുന്നു, അല്ലേ? നമ്മുടെ അന്തരീക്ഷം ക്രമാതീതമായി ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞ് ഉരുകുകയും സമുദ്രത്തിലെ ജലനിരപ്പ് സീ ലെവൽ കൂടുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ ചൂട് കൂടുന്നതിനാൽ കാലാവസ്ഥയ്ക്ക്, ക്ലൈമറ്റിന് വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ ചെടികൾക്ക് സാധിക്കും. ആഗോളതപനം നിയന്ത്രിക്കാൻ സസ്യങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ്? ഈ ആഗോളതപനത്തിന് കാരണം ഈ വാതകങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാതിരിക്കാൻ ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതിനാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ക്രമാതീതമായി കൂടുന്നില്ല. അതിനാൽ ആഗോളതപനം കുറയുന്നു. നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് വേണ്ടി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നതിനാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നില്ല. അതുകൊണ്ട് ഗ്ലോബൽ വാർമിങ് കൂടുതലുണ്ടാകുന്നില്ല.
ഇനി ഫാക്ടറീസ് റിക്വയർ ഫോർ ഫോട്ടോസിന്തസിസ്. ഈ സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും എന്ന് പറയും. എങ്ങനെയാണ് സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്? സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? ഫോട്ടോസിന്തസിസിന് എന്തൊക്കെ വേണം? പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെ വേണം? നമുക്കെല്ലാവർക്കും കൊച്ചിലേ അറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, വാട്ടർ വേണം. പിന്നെ എന്തെങ്കിലും വേണോ? ക്ലോറോഫില്ല് വേണോ അല്ലേ? ഹരിതകം, ക്ലോറോഫില്ല്, ഹരിതകം എന്ന് പറയും. ക്ലോറോഫില്ല് വേണം. പിന്നെന്ത് വേണം? പിന്നെ സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം അല്ലേ? സൺലൈറ്റ് വേണം അല്ലേ? പിന്നെ മിനറൽസ് എഴുതിയിട്ടുണ്ട്. മിനറൽസ് ഇല്ലെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ മിനറൽസ് വേണം. ഫോട്ടോസിന്തസിസിന് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ജലം, വാട്ടർ വേണം, ക്ലോറോഫില്ല് വേണം, ഹരിതകം വേണം, പിന്നെ സൂര്യപ്രകാശം വേണം, സൺലൈറ്റ് വേണം, മിനറൽസ്, ധാതുക്കൾ വേണം. ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിതകമാണ്. ക്ലോറോപ്ലാസ്റ്റ് ഹരിതകണം. സസ്യങ്ങളുടെ ഇലകളിലാണ് ഹരിതകണങ്ങൾ സാധാരണ ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിനാണ്. എന്താണ്? ഡബിൾ മെംബ്രെയിനാണ്. ഇതിനകത്ത് എന്തുണ്ട്? ഗ്രാന എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പിന്നെ സ്ട്രോമ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലേ? സ്ട്രോമയും ഗ്രാനിയും ഉണ്ട്. ഹരിതകണത്തിൽ സ്ട്രോമയും ഉണ്ട്, ഗ്രാനിയും ഉണ്ട് അല്ലേ? സ്ട്രോമ എന്ന് പറയുന്ന സാധനമുണ്ട്, ഗ്രാന എന്ന് പറയുന്ന സാധനവും ഉണ്ട് അല്ലേ? അപ്പോൾ ഹരിതകണം ഇങ്ങനെ പകുത്തു വച്ചിരിക്കുന്ന പടം ഉണ്ടല്ലേ? ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഹരിതകണത്തിൻ്റെ ഉള്ളിൽ. ഹരിതകണം ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും. ഡബിൾ മെംബ്രെയിനാണ് അല്ലേ? ഇരട്ട സ്ഥലമാണുള്ളത്. ഇരട്ട സ്ഥലം. ഇതാണ് ഡബിൾ മെംബ്രെയിൻ. ഇതാണ് ഇരട്ട സ്ഥലം. ഡബിൾ മെംബ്രെയിൻ ഇരട്ട സ്ഥലം. പിന്നെ ഗ്രാനയുണ്ട്. ഗ്രാന എന്ന് പറയുന്നത് ഇങ്ങനെ പപ്പടം അടുക്കി വെച്ചിരിക്കുന്ന ഗ്രാന. അതിനകത്തൊരു കുഴൽ പോകുന്നു, പിന്നെയും ഗ്രാന. ഇതിനകത്തുനിന്ന് കുഴൽ പോകുന്നു, പിന്നെയും ഗ്രാന. ഇതിനകത്തുനിന്ന് കുഴൽ പോകുന്നു, പിന്നെ ഇത് ഗ്രാന. ഇതെന്താണ്? ഗ്രാന. ഇംഗ്ലീഷിലും മലയാളത്തിൽ ഗ്രാന എന്ന് തന്നെയാണ് പറയുന്നത്. ഈ അകഭാഗത്തിനാണ് ഇതാണെന്ത്? സ്ട്രോമ. മലയാളത്തിൽ സ്ട്രോമ എന്ന് തന്നെ പറയുന്നത്. സ്ട്രോമ. അപ്പോൾ ഹരിതകണത്തിൽ എന്തെല്ലാം ഉണ്ട്? ക്ലോറോപ്ലാസ്റ്റ് എന്തുണ്ട്? ഡബിൾ മെംബ്രെയിൻ ഉണ്ടല്ലേ? ഇരട്ട സ്ഥലം. ഇരട്ട ഭിത്തിയാണ്, ഇരട്ട സ്ഥലം. പിന്നെയോ ഗ്രാനിയുണ്ട് അല്ലേ? ഗ്രാനിയുണ്ട്. പിന്നെ എന്തുണ്ട്? സ്ട്രോമ. ഇത്രയും സാധനമാണ് ഒരു ഹരിതകണത്തിൽ ഉള്ളത്. മനസ്സിലായില്ലേ? ഇനി ക്ലോറോപ്ലാസ്റ്റിൽ എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റിൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്. പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വർണ്ണകങ്ങൾ. എന്താണ്? വർണ്ണകങ്ങൾ. പിഗ്മെൻറ്റ്സ് ഉണ്ട്, വർണ്ണകങ്ങൾ. ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സിനകത്തുള്ളത്? ക്ലോറോഫിൽ അല്ലേ? ക്ലോറോഫില്ലേ. പിന്നെ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ക്ലോറോഫില്, ബി, പിന്നെ സാന്തോഫില്ല് അല്ലേ? സാന്തോഫില്ല്, പിന്നെ കരോട്ടീൻ. ഇത്രയുമാണ് ഉള്ളത്. ഇത്രയും വർണ്ണകങ്ങളുണ്ട്. നിറങ്ങൾ കൊടുക്കുന്ന കണങ്ങളാണ് വർണ്ണകങ്ങൾ. ഏതൊക്കെയാണ് പിഗ്മെൻറ്റ്സ്? ഏതൊക്കെയാണ്? ക്ലോറോഫില്ലുണ്ട് അല്ലേ? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, സാന്തോഫില്ലുണ്ട്, കരോട്ടിനുണ്ട്. ഇത്രയും പിഗ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇലകളിൽ എന്ത് കാണപ്പെടുന്നു? ഹരിതകണങ്ങൾ കാണപ്പെടുന്നു. ഹരിതകണത്തിൽ ഗ്രാനിയുണ്ട്, സ്ട്രോമയുണ്ട് അല്ലേ? ഇനി ഹരിതകണത്തിൽ പലതരം വർണ്ണകങ്ങളുണ്ട്, നിറം കൊടുക്കുന്ന വസ്തുക്കൾ. അതാണ് വർണ്ണകങ്ങൾ. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, സാന്തോഫിലുണ്ട്, പിന്നെ കരോട്ടീനുണ്ട്. ലീവ്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് അല്ലേ? ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ക്ലോറോപ്ലാസ്റ്റിൽ പലതരം പിഗ്മെൻറ്റ്സ് ഉണ്ട്. അതാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടീൻ. അപ്പോൾ പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണത്തിലെ ഭാഗങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പറയും? ഡബിൾ മെംബ്രെയിൻ, ഇരട്ട സ്ഥലം. ഫ്ലൂയിഡ് പാർട്ട്, ഇങ്ങനെ ദ്രാവകം പോലെ കിടക്കുന്നുണ്ടല്ലോ, ദ്രവമായിട്ടുള്ള സാധനമുണ്ട്, അതാണ് സ്ട്രോമ. ഫ്ലൂയിഡ് പാർട്ട് സ്ട്രോമ അല്ലേ?
പിന്നെ പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ്, അറകൾ അല്ലേ, അറകൾ. ഇങ്ങനെ അറകൾ അടുക്കി വെച്ചിട്ടുണ്ട്. അറകളുടെ അടുക്കുണ്ട്, അതിനെ ഗ്രാന എന്ന് പറയുന്നു. ഈ അറകളുടെ അടുക്കിനെ ഗ്രാന എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ സ്ട്രോമയുണ്ട്, ഇതിനകത്ത് ദ്രാവകം ലിക്വിഡ്, ഗ്രാനയുണ്ട് അല്ലേ. ഈ രണ്ട് സാധനങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റിൽ ഉള്ളത്. പിന്നെ ഈ ക്ലോറോപ്ലാസ്റ്റിൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്. ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ, ഇത്രയും പിഗ്മെൻറ്റുകൾ, ഇത്രയും വർണ്ണകങ്ങളാണ് എവിടെ കാണുന്നത്? ഇതൊക്കെ എവിടെ കാണുന്നത്? ഗ്രാനയിലാണ് കാണുന്നത് കേട്ടോ. ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്, ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, രക്തസ്തരമുണ്ട്, ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റിന്, ഹരിതകണത്തിനുള്ളത്. അതിനകത്ത് ഗ്രാനയിലാണ് ഈ പിഗ്മെൻറ്റ്സ് എല്ലാം കാണുന്നത്. ഈ പിഗ്മെൻറ്റ്സിൽ ക്ലോറോഫിൽ എയ്ക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കുള്ളത്. ക്ലോറോഫിൽ എ മാത്രമാണ് ഫോട്ടോസിന്തസിസിൽ നേരിട്ട് പങ്കെടുക്കുന്നത്. ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടിനും നേരിട്ട് പങ്കെടുക്കുന്നില്ല. അവ സഹായക വർണ്ണങ്ങൾ, അസസറി പിഗ്മെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ ഇവ അക്സസറി പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ വാട്ട് ആർ അക്സസറി പിഗ്മെൻറ്റ്സ്? സഹായക വർണ്ണങ്ങൾ എന്നാണ് എന്തെന്ന് പറയും. ദി പിഗ്മെൻറ്റ്സ് ദാറ്റ് ഡു നോട്ട് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത വർണ്ണകങ്ങളാണ് ഇവ. ബട്ട് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ഇൻ ടു ക്ലോറോഫിൽ എ ആർ ദി അക്സസറി പിഗ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഈ അക്സസറി പിഗ്മെൻറ്റ്സ്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും അത് ക്ലോറോഫിൽ എയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ ഈ 3 വർണ്ണകങ്ങളും ഈ 3 പിഗ്മെൻറ്റ്സും ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് പ്രകാശത്തെ ആഗിരണം ചെയ്ത് ക്ലോറോഫിൽ എയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ക്ലോറോഫിൽ എ മാത്രമാണ്. ഫോട്ടോസിന്തസിസിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലോറോഫിൽ എ മാത്രമാണ് അല്ലേ. ഇതാണ് അക്സസറി പിഗ്മെൻറ്റ്സ്. ഫോട്ടോസിന്തസിസിൽ നേരിട്ട് പങ്കെടുക്കില്ല, പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല അല്ലേ. ഇനി നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്ന പാത നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലുണ്ട് അല്ലേ. അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ, മലയാളത്തിൽ എന്ന് പറയും അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും എവിടെ പോകുന്നു? സ്റ്റൊമാറ്റ. എവിടെ നിന്നാണ്? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെടികളുടെ ഇലകളിൽ ചെറിയ സുഷിരങ്ങളുണ്ട്, ഇവയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അല്ലേ. ഈ സ്റ്റൊമാറ്റകൾ എവിടെയാണ്? ഇൻസൈഡ് ലീവ്സ്. സ്റ്റൊമാറ്റ എവിടെയാണ്? ഇലകൾക്ക് അകത്ത് അല്ലേ, ഇലകൾക്ക് അകത്ത്. അപ്പോൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി ഇൻസൈഡ് ലീവ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റ വഴി ഇലകൾക്കകത്തോട്ട് പോകുന്നു. വാട്ടർ ജലം മണ്ണ് വഴി, സോയിലിൽ നിന്ന് വേരുകൾ, റൂട്ടിൽ നിന്ന് സൈലം കുഴലുകൾ, സൈലത്തിലൂടെ സൈലം ട്യൂബ്സ് അല്ലേ, സൈലം കുഴലുകളിലൂടെ ലീവ്സിലെത്തുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി എങ്ങനെ ചെടികളുടെ ഇലകളിലെത്തി? കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലെ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സുഷിരങ്ങളിലൂടെ കടന്ന് ഇലകളിലെത്തി. ജലമാകട്ടെ മണ്ണിൽ നിന്ന് വേരുകളിലൂടെ സൈലം കുഴലുകളിലൂടെ ഇലയിലെത്തി. കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റയിലൂടെ ലീവ്സിലെത്തി. എന്നാൽ വാട്ടർ ആവട്ടെ റൂട്ട്സിലൂടെ റൂട്ടിൽ നിന്ന് സൈലം ട്യൂബിൽ കൂടെ എവിടെ എത്തി? ലീവ്സിൽ എത്തി. മനസ്സിലായില്ലേ? യെസ്. ഇത്രയും പറഞ്ഞപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചത്? നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെ എത്തി? ഇലയിലെത്തി. ഇനിയാണ് അംഗം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിത കണമല്ലേ ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഹരിത കണം അല്ലേ, ഹരിത കണം. ഇലകളിൽ എന്തുണ്ട്? ഹരിത കണമുണ്ടല്ലേ. ഹരിത കണത്തിൽ ഗ്രാന, എന്താണ് മലയാളത്തിലും ഗ്രാന തന്നെയാണ്. ഗ്രാനയിൽ എന്താണ്? ലൈറ്റ് ഫേസ് എന്താണ്? പ്രകാശഘട്ടം. ഈ ഫോട്ടോസിന്തസിസിന് 2 ഘട്ടമുണ്ട്, പ്രകാശം വേണ്ടതും പ്രകാശം വേണ്ടാത്തതും. അപ്പോൾ പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് ക്ലോറോപ്ലാസ്റ്റ്
ഹരിതകണത്തിലെ ഗ്രാനിയിൽ വെച്ച് പ്രകാശഘട്ടം എന്ന് പറയുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അത് എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഇവിടെ ലൈറ്റ് ഈസ് യൂസ്ഡ്, പ്രകാശം ഉപയോഗിക്കൂ അല്ലേ, പ്രകാശം ഉപയോഗപ്പെടുത്തുന്നു അല്ലേ. പിന്നെയോ പിന്നെന്ത് ചെയ്യുന്നു, വാട്ടർ, അവിടെ വെള്ളമുണ്ടല്ലോ, വാട്ടർ splits and oxygen is released. Hydrogen reaches stroma. മലയാളത്തിലും പറയാം. ഈ പ്രകാശഘട്ടത്തിൽ, ആദ്യം മലയാളത്തിൽ പറയാം. ഈ പ്രകാശഘട്ടത്തിൽ ഇപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. അതിനകത്ത് പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു. സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ചിട്ട് വാട്ടർ വലിച്ചെടുത്തില്ലേ, വേരുകൾ വഴി വെള്ളം വന്നില്ലേ, ആ വെള്ളത്തെ, ആ ജലത്തെ രണ്ടായിട്ട്, ജലം എന്ന് പറയുന്നത് H2O അല്ലേ, H2O, ആ ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കുന്നു. ഓക്സിജൻ പുറത്തേക്ക് പോകും, ഇലകളിലൂടെ ഓക്സിജൻ പുറത്തേക്ക് പോകും. ഹൈഡ്രജൻ സ്ട്രോമയിലോട്ടും പോകും. എന്നിട്ടോ ലൈറ്റ് എനർജീസ്, ഇവിടെ എന്താണ്, പ്രകാശോർജം, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർ ഇൻ ATP. പ്രകാശോർജം എന്താവുന്നു, രാസോർജമായി ATP തന്മാത്രകളിൽ സംഭരിക്കപ്പെടുന്നു. അപ്പോൾ പ്രകാശഘട്ടം മലയാളത്തിൽ ഒന്നും കൂടെ പറയാം. പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിച്ച് ജലം രണ്ടായിട്ട് വിഘടിക്കുന്നു, ഹൈഡ്രജനും ഓക്സിജൻ പുറത്തേക്ക് പോകും, ഹൈഡ്രജൻ സ്ട്രോമയിലോട്ട് പോകും. ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത് പ്രകാശോർജം രാസ ഊർജ്ജമായിട്ട് ATP തന്മാത്രകളിൽ സംഭരിച്ചു വയ്ക്കുന്നു. ATP നിറയെ ഊർജ്ജമാണ്. ഈ ഊർജ്ജം ലഭിക്കാനാണ് ഈ പ്രകാശ സംശ്ലേഷണം നടത്തിയത്, മനസ്സിലായില്ലേ. അപ്പോൾ ലൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു ഫേസാണിത്. ലൈറ്റ് സ്പ്ലിറ്റ്സ് ദി വാട്ടർ ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ത്രൂ ദി ലീവ്സ് ആൻഡ് ഹൈഡ്രജൻ റീച്ച്ഡ് ഇൻ സ്ട്രോമ. ഹൈഡ്രജൻ സ്ട്രോമയിൽ റീച്ച് ചെയ്യും. ഇൻ ദിസ് ഫേസ് ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP മോളിക്കൂൾ. അപ്പോൾ ATPയിൽ അത് സംഭരിച്ചു വയ്ക്കും, മനസ്സിലായില്ലേ. അപ്പോൾ സ്ട്രോമയിലേക്ക് എന്ത് പോയിട്ടുണ്ട്, സ്ട്രോമയിലേക്ക് ഹൈഡ്രജൻ പോയിട്ടുണ്ടല്ലേ. സ്ട്രോമയിൽ നടക്കുന്ന കഴിഞ്ഞാൽ ഡാർക്ക് ഫേസ്, എന്താണ് ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം. എന്താണ് ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നു. സ്ട്രോമയിൽ നിന്നുണ്ട്, സ്ട്രോമയിൽ വെച്ച് എന്താണ് ഇരുണ്ട ഘട്ടം, അതിൻ്റെ ഡാർക്ക് ഫേസ് ആണ്. ഈ ഡാർക്ക് ഫേസിൽ എന്ത് ചെയ്യുന്നു, സ്ട്രോമയിലേക്ക് ഒരു അളിയൻ പോയിട്ടുണ്ട്. ഏതളിയനാണ് പോയേക്കണേ, ഹൈഡ്രജൻ അളിയൻ അല്ലേ. ഇവിടെ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഇവിടെ പ്രകാശം ഉപയോഗിക്കപ്പെടുന്നില്ല. പിന്നെയോ ATPയിൽ എനർജി സംഭരിച്ചു വെച്ചിട്ടില്ല. ഇവിടെ എനർജി ഇൻ ATP, എന്താണ് എനർജി ഇൻ ATP ഈസ് യൂസ്ഡ്. ആ എനർജി ഉപയോഗിക്കപ്പെടും. യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ, H2 എന്ന് പറയാൻ പറ്റില്ല, ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇംഗ്ലീഷിൽ പറയാം. എന്താണ് ഡാർക്ക് ഫേസിൽ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, ലൈറ്റ് ഉപയോഗിക്കില്ല. എനർജി ATP മോളിക്കൂളിലെ എനർജി ആ ലൈറ്റ് ഫേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചില്ലേ, ആ ATP മോളിക്കൂളിലെ എനർജി ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ, ജലം വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് വന്നില്ലായിരുന്നോ. അപ്പോൾ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തല്ലോ, കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർത്തിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. എന്താണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടായി. മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കപ്പെടുന്നില്ല. ഈ ഘട്ടത്തിൽ ATP തന്മാത്രയിലെ ഊർജം ഉപയോഗിച്ച്
ഊർജ്ജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി സംയോജിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇതാണ് ഇരുണ്ട ഘട്ടം. ഇപ്പം എന്തായി? ഗ്ലൂക്കോസ് ഉണ്ടായി കഴിഞ്ഞു അല്ലേ? ഗ്ലൂക്കോസ് ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ 2 ഘട്ടമുണ്ട് അല്ലേ? എന്താണ്? ആദ്യം പ്രകാശഘട്ടം. പ്രകാശഘട്ടത്തിൽ എന്താണ്? പ്രകാശം ആവശ്യമില്ല. അവിടെ ജലം 2ആയിട്ട് വിഭജിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി ഓക്സിജൻ പുറത്തേക്ക് പോയി, ഹൈഡ്രജൻ സ്ട്രോമിലേക്ക് പോയി. ഈ സമയത്ത് എന്താണ്? പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് ATP മോളിക്യൂളിൽ സംഭരിച്ചു വെച്ചു. ഇനി അടുത്ത് സ്ട്രോമയിലാണ്. സ്ട്രോമയിൽ ഇരുണ്ട ഘട്ടമാണ്. ഇരുണ്ട ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഇരുണ്ട ഘട്ടത്തിൽ ലൈറ്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആ ATP മോളിക്യൂൾ ഇവിടെ ഉണ്ടല്ലോ, ഹൈഡ്രജനും ഇവിടെ ഉണ്ട്. ഈ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ATP തന്മാത്രയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു. മലയാളത്തിൽ മനസ്സിലായാലും. ഇൻ ഇംഗ്ലീഷിൽ ഇൻ ലൈറ്റ് ഫേസ് ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഇൻ ദിസ് ഫേസ് ലൈറ്റ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു chemical energy and stored in ATP molecules. In stroma, dark phase needs no lights. No light is used. ATP molecule, the energy of ATP molecule is used to combine carbon dioxide and hydrogen to form glucose. അങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടായി, പ്രകാശ സംശ്ലേഷണം തീർന്നു. ഇപ്പം മനസ്സിലായില്ലേ? അപ്പം ഈ ലൈറ്റ് ഫേസിൽ എന്തൊക്കെ ഉണ്ടായി? നമുക്ക് ലൈറ്റ് ഫേസിൽ എന്തൊക്കെ ഉണ്ടായി? ലൈറ്റ് ഫേസിൽ പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായി? പ്രകാശഘട്ടത്തിൽ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായി അല്ലേ? ജലം ഹൈഡ്രജനും ഓക്സിജനുമായി. ഇനി എന്തൊക്കെ ഉണ്ടായി? ഓക്സിജനും ഉണ്ടായി, ഊർജ്ജവും ഉണ്ടായി അല്ലേ? ഹൈഡ്രജൻ എങ്ങോട്ട് പോയി? ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോയി. എന്നിട്ട് ഓക്സിജനും ഊർജ്ജവും ഉണ്ടായി. ഇവിടെ പ്രകാശം ആവശ്യമുണ്ട്. ലൈറ്റ് ഈസ് നീഡഡ്. ATP മോളിക്യൂളും ഉണ്ടായി, ATP തന്മാത്രയും ഉണ്ടായി. ഇരുണ്ട ഘട്ടത്തിലുണ്ടായി. ഇരുണ്ട ഘട്ടത്തിൽ ATPയിലെ എനർജി യൂസ് ചെയ്തു. ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് അല്ലേ? ഇവിടെ ലൈറ്റ് ആവശ്യമില്ല. ലൈറ്റ് ഈസ് നോട്ട് നീഡഡ്. പ്രകാശം ആവശ്യമില്ല അല്ലേ? ATP മോളിക്യൂൾ കഴിഞ്ഞ ഘട്ടത്തിൽ പ്രകാശഘട്ടത്തിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എന്ത്? ഫോട്ടോസിന്തസിസിൻ്റെ ആ കാര്യം. ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്ന്, അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? ശരിക്കും പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ H2O വാട്ടർ. അപ്പോൾ നമുക്ക് ബയോളജി ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡ് ഇംഗ്ലീഷിലും പറയാം. പിന്നെ ജലം വാട്ടറും ചേർന്ന് സൺലൈറ്റ് സൂര്യപ്രകാശത്തിൻ്റെയും പിന്നെയോ ഹരിതം അല്ലേ? ഹരിതകം ക്ലോറോഫിലിൻ്റെയും സാന്നിധ്യത്തിൽ പ്രസൻസിൽ എന്തുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി. പിന്നെ എന്തുണ്ടായി? ഓക്സിജനും ഉണ്ടായി. ഓക്സിജൻ പുറത്തേക്കും കൂടെ. ഇതാണ് എന്താ? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഈ ഡാർക്ക് ഫേസ് ഇരുണ്ട ഘട്ടം, ഈ ഡാർക്ക് ഫേസിനെ കുറിച്ച് മനസ്സിലാക്കി തന്ന ശാസ്ത്രജ്ഞൻ്റെ പേരാണ് എന്ത്? മെൽവിൻ കാൽവിൻ. ഇരുണ്ട ഘട്ടത്തിൽ എന്താണെന്ന് കണ്ടുപിടിച്ച ആളാണ് മെൽവിൻ കാൽവിൻ സൈക്കിൾ എന്നും പറയാറുണ്ട്. ഇനി ജോസഫ് പ്രീസ്ലി ഉണ്ട്. ആരാണ്? ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന ആളാണ് ഓക്സിജൻ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ച ആളാണ് ജോസഫ് പ്രീസ്ലി. ഇനി അടുത്ത ആൾ വാനിയിൽ. ആരാണ്? വാനിയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇത് ഫോട്ടോസിന്തസിസ് ഇതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നത് ജലത്തിൽ നിന്നാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഈ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ATP മോളിക്യൂൾ ഉപയോഗിച്ച് ATP തന്മാത്ര ഉപയോഗിച്ച് അതിനകത്ത് ഊർജ്ജം ഉപയോഗിച്ച് അതിൻ്റെ എനർജി ഉപയോഗിച്ച് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ചേർന്ന് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന ഈ ഘട്ടം കണ്ടുപിടിച്ചത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ആളാണ്. ഇനി ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് പോകുമെന്ന് കണ്ടുപിടിച്ച ആളാണ് ജോസഫ് പ്രീസ്ലി. ഈ ഓക്സിജൻ ഉണ്ടാകുന്നത്
ജലത്തിൽ നിന്നാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണെന്ന് കണ്ടുപിടിച്ചാലാണ് വാൻ നീൽ എന്ന് പറയുന്ന ആൾ. മനസ്സിലായില്ലേ? നമ്മൾ ഒറ്റയടിക്ക് സാറ് പഠിപ്പിക്കുന്ന പോലെ ഒറ്റയടിക്ക് എല്ലാം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു കുന്തവും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ 2 ഘട്ടമായിട്ടൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ. ഒറ്റയടിക്ക് പഠിപ്പിച്ചിട്ട് അങ്ങനെ സാറിന് പറയും സ്പീഡുമായിട്ട് കാര്യമില്ല. സാറ് ചെയ്യുമ്പോൾ പാഠം തീർക്കാനുള്ള പരിപാടിയാണ്. അതെല്ലാ കൊല്ലം ഇത് തന്നെ പരിപാടി. അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം പോകാൻ. അപ്പോൾ ഈ പാഠം ഗ്രാന സ്ട്രോമയുടെ പടം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകം നോക്കിയാൽ പടം വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അടുത്ത ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ പാഠം ഞാൻ തീർക്കാമെന്ന് നോക്കട്ടെ. ഹിന്ദിക്ക് ടെക്സ്റ്റ് എൻ്റെ കയ്യിലില്ല. ടെക്സ്റ്റ് ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഹിന്ദിയുടെ ആ കഥ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുതരാം. കാരണം ടെക്സ്റ്റൊന്നും വരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ഇപ്പം ബയോളജി മനസ്സിലായി എന്ന് തോന്നുന്നു. ഫോട്ടോസിന്തസിസ് കഴിഞ്ഞു അല്ലേ? ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നത്? ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി അല്ലേ? അപ്പം നമുക്കതൊന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി അല്ലേ? ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? സ്റ്റാർച്ചായി മാറുന്നു. എന്താണ് സ്റ്റാർച്ച്? എന്താണ്? അന്നജം. ഇത് സ്റ്റാർച്ചായി മാറുന്നു. സ്റ്റാർച്ച് പിന്നെ എന്താവുന്നു? സുക്രോസ്. സ്റ്റാർച്ച് എന്താവുന്നു? സുക്രോസ് ആയിട്ട് എന്താണ്? ഷുഗർ കെയിൻ, കരിമ്പിൽ സുക്രോസാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. കരിമ്പിൽ ഈ സുക്രോട്ട് മറ്റുള്ള പ്ലാന്റ്സിൽ, കരിമ്പിലാണ് ഈ സുക്രോസ് നേരിട്ട് സംഭരിച്ചു വെക്കുക. പക്ഷേ സ്റ്റാർച്ചായിട്ട് തന്നെയാണ് ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗം അല്ലേ? കിഴങ്ങ് വർഗ ചെടികളിൽ കിഴങ്ങിൽ സ്റ്റാർച്ചായിട്ട് സംഭരിച്ചു വയ്ക്കും. ഇനി ഈ സൂക്രോസ് പ്രോട്ടീനാവും. സൂക്രോസ് എന്താവും? പ്രോട്ടീനായിട്ട് ലെഗ്യൂംസ്. എന്താണ്? ലെഗ്യൂംസ്. പയർവർഗച്ചെടിയിൽ പ്രോട്ടീനായിട്ട് സംഭരിക്കപ്പെടും. ഇത് ഫാറ്റാവും അല്ലേ? ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ തന്നെ. കൊഴുപ്പായിട്ട് എന്താണ്? ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കളിൽ. ഇത് ഫ്രക്ടോസ് ആവും. എന്താണ്? ഫ്രക്ടോസായിട്ട് പഴങ്ങളിൽ, ഫ്രൂട്ട്സിൽ. ഇന്ന് ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. ഗ്ലൂക്കോസ് അപ്പം എന്താവുന്നു? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട്, ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആവും. സ്റ്റാർച്ച് സൂക്രോസായിട്ട്, കരിമ്പിൽ സൂക്രോസായിട്ട് സംഭരിച്ചു വയ്ക്കും. ഈ സൂക്രോസ് പലതാവുകയാണ്. സൂക്രോസ് സ്റ്റാർച്ചായിട്ട് കിഴങ്ങ് വർഗ്ഗ ചെടികളിൽ, ഏതാണ്? ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗ ചെടികൾ കിഴങ്ങിൽ സംഭരിച്ചു വയ്ക്കും സ്റ്റാർച്ചായിട്ട്. ഇത് പ്രോട്ടീനായിട്ട് പയർവർഗ്ഗ ചെടികളിൽ സംഭരിച്ചു വയ്ക്കും പ്രോട്ടീനായിട്ട്. ഇത് കൊഴുപ്പായിട്ട്, ഇത് ഓയിലായിട്ട്, ഇത് ഫാറ്റായിട്ട് എവിടെയാണ്? ഓയിൽ സീഡ്, എണ്ണക്കുരുക്കൾ, തേങ്ങ, നിലക്കടല, കടുക്, എള്ള്, ഇങ്ങനെയുള്ള ചെടികളിൽ ഇത് കൊഴുപ്പായിട്ട് ഈ സൂക്രോസാണ് ആകുന്നത്. പഴങ്ങളിലാവട്ടെ ഈ സൂക്രോസ് ഫ്രക്ടോസ് പഞ്ചസാര പറയും. ഫ്രക്ടോസായിട്ട് പഴങ്ങളിൽ സംഭരിച്ച് വയ്ക്കും. അപ്പോൾ സ്റ്റാർച്ചായിട്ട് തന്നെ സംഭരിച്ച് വയ്ക്കുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ്, ലെഗ്യൂമിനസ് പ്ലാന്റ്സിലാണ്. സ്റ്റാർച്ച് ഫ്രക്ടോസായിട്ട് സംഭരിച്ച് വയ്ക്കുന്നത് എവിടെയാണ്? ഫ്രൂട്ട്സ്, പഴങ്ങളിലാണ്. സ്റ്റാർച്ച് കൊഴുപ്പായിട്ട്, ഫാറ്റായിട്ട് സംഭരിച്ച് വയ്ക്കുന്ന ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കളിലാണ് അല്ലേ? ഈ സ്റ്റാർച്ച് സൂക്രോസായിട്ട് സംഭരിച്ച് വയ്ക്കുന്ന കരിമ്പിലാണ്, ഷുഗർ കെയിനിലാണ്. സ്റ്റാർച്ച് പ്രോട്ടീനായിട്ട് സംഭരിച്ച് വയ്ക്കുന്ന എവിടെയാണ്? ലെഗൂമിനസ് പ്ലാന്റ്സിലാണ്, പയർവർഗ ചെടികളിലാണ്. ഇത് പയർവർഗ ചെടികളിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗ്ലൂക്കോസ് എന്തിനാണ് സ്റ്റാർച്ച് ആക്കുന്നത്? ഗ്ലൂക്കോസ് ഈസ് ഈസിലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് വെള്ളത്തിൽ ശരിക്കും അലിഞ്ഞു തരും. ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. അതുകൊണ്ട് എന്താണ്? ചെടികൾ സംഭരിച്ച് വയ്ക്കാൻ പറ്റില്ല, അത് വെള്ളത്തിലൂടെ അലിഞ്ഞങ്ങ് പോകും. Therefore, glucose is converted to water insoluble form. അതുകൊണ്ട് ജലത്തിൽ ലയിക്കാത്ത സ്റ്റാർച്ചായിട്ട്, അന്നജമായിട്ട് ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് സ്റ്റാർച്ചാക്കി മാറ്റാൻ കാരണം ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കും. അതുകൊണ്ട് പ്ലാന്റ്സ് ജലത്തിൽ ലയിക്കാത്ത അലേയമായിട്ടുള്ള അന്നജമായിട്ട് ഇതിനെ സംഭരിച്ചു വയ്ക്കുന്നു. ഗ്ലൂക്കോസ് ഈസ് ഈസിലി soluble in water. So it cannot be stored in plant body. So glucose is converted to starch which is insoluble. അല്ലേ? സ്റ്റാർച്ച് എന്തിനൊക്കെ ഉപയോഗിക്കും? ഈ സ്റ്റാർച്ച് ഈ മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഈ ചെടികൾ എന്തിനൊക്കെ ഉപയോഗിക്കും? എനർജിക്ക് വേണ്ടി, ഊർജ്ജത്തിനായിട്ട് സ്റ്റാർച്ച് ഉപയോഗിക്കും.
അതിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസിന്, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം സ്റ്റാർച്ചിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലേ? പിന്നെ പ്രിപ്പയർ സബ്സ്റ്റൻസ് ഫോർ ഗ്രോത്ത്, വളരാൻ ആവശ്യമുള്ള ചില വസ്തുക്കൾ ഉണ്ടാക്കുവാനും ഈ സ്റ്റാർച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന പല രീതിയിലാണ്, അല്ലേ? ട്യൂബേഴ്സിലാണെങ്കിൽ അന്നജമായിട്ട്, സ്റ്റാർച്ചായിട്ട് തന്നെ, കിഴങ്ങിൽ സ്റ്റാർച്ചായിട്ട് തന്നെയാണ്. എന്നാൽ ലെഗുമിനസ് പ്ലാന്റ്, പയർവർഗ്ഗത്തിൽ പ്രോട്ടീനായിട്ടാണ് സംഭരിച്ചിരിക്കുന്നത്. ഓയിൽ സീഡ്സിൽ, എണ്ണ കുരുക്കളിൽ എന്തായിട്ട് ഫാറ്റായിട്ട്, അത് കൊഴുപ്പായിട്ട് സംഭരിച്ച് വയ്ക്കും, അല്ലേ? ഫ്രൂട്ട്സിൽ, പഴങ്ങളിൽ അത് ഫ്രക്ടോസായിട്ട് സംഭരിച്ച് വയ്ക്കും. ഷുഗർ കെയിൻ, കരിമ്പിൽ അത് സൂക്രോസായിട്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? യെസ്. ഇനി ഹൗ ഈ സ്റ്റാർച്ച് സ്റ്റോർഡ് ഇൻ ലീവ്സ് റീച്ച് അതർ പ്ലാന്റ്സ്. ഈ സ്റ്റാർച്ച് ലീവ്സിലാണല്ലോ സ്റ്റാർച്ച് ഉണ്ടാകുന്നത്, അത് മറ്റുള്ള പ്ലാന്റിൻ്റെ പാർട്സിലോട്ട്, ചെടികളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അങ്ങനെ പോവും. ഈ സ്റ്റാർച്ചിനെ സൂക്രോസ് ആക്കുന്നു, അല്ലേ? സൂക്രോസ് ഫ്ലോയം, എന്താണ് ഫ്ലോയം വെസലിൽ കൂടെ, ഫ്ലോയം കുഴലിൽ കൂടി പല പാർട്സിലോട്ടും പോകുന്ന ഫ്ലോയത്തിൽ കൂടിയാണ് പോകുന്നതെന്ന് ഓർത്തോളുക. ഇനി പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പല പല ഭാഗങ്ങൾ, കോഫി, ടീ, ലാറ്റക്സ്, കൊക്ക, കറകൾ, ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടും? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു പാർട്ട് ഫോട്ടോസിന്തസിസും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വലിയൊരു പാർട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ.